ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ കൊണ്ടുള്ള ഒരു വടയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് കപ്പ തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഇത് നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുക്കറിലിട്ടിട്ട് വിസലടുപ്പിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ കപ്പയൊക്കെ ഒന്ന് 3 വിധത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 2 വിസിലടിക്കുന്നവരെയും വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കപ്പയുടെ വേവ് അനുസരിച്ച് വിസിൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അധികം വേവില്ലാത്ത കപ്പയാണെങ്കിൽ നമുക്ക് കുക്കറിലിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് എല്ലാവരും ഒന്നിച്ചിട്ടാണ് വേവിച്ചെടുത്തേക്കണത്. അപ്പോൾ നമ്മളെ കപ്പയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. കപ്പയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് കൈ വെച്ച് നന്നായി കുഴച്ചെടുത്താൽ മതിയാവും. നന്നായി കട്ടകളില്ലാണ്ട് നന്നായി കൈ വെച്ച് ഉടച്ചെടുക്കണം. പിന്നെ അതിലോട്ടൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറിയ പീസാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കപ്പയൊക്കെ വേവിക്കാൻ വേണ്ടി ഉപ്പിട്ടത് കൊണ്ട് കുറച്ചിട്ടാൽ മതിയാവും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കൈമ കുറച്ച് വെളിച്ചെണ്ണ പറ്റിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. ഇനി നമുക്കിതൊന്ന് ഒരു ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മളെ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് വട ചുട്ടെടുക്കാനുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ ഈ ഒരു ഷേപ്പിലാക്കി ആക്കണതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഉള്ളൊക്കെ അങ്ങനെ ഒരു വേവാത്ത പോലെ നമുക്ക് തോന്നും വറുത്ത് കഴിയുമ്പോൾ. അപ്പം ഞാനെല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മാവിൻ്റെ പകുതി മുങ്ങുന്ന വിധത്തിൽ വേണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടുമ്പോൾ നമ്മൾ കൈമ വെളിച്ചെണ്ണ ആവാണ്ട് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെന്ത് കഴിയുമ്പോൾ മറിച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങും കൊള്ളിയൊക്കെ നമ്മൾ നന്നായി വേവിച്ചതുകൊണ്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ടായാലും വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ വല്ലാണ്ട് അധികം നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വടയമലൊക്കെ ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ പിടിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് കളറായി വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. പിന്നെ നമുക്കിപ്പോൾ കൊള്ളിയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് കൊള്ളിയൊക്കെ നന്നായി കിട്ടാനുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്.
ഇത് നമ്മൾ നല്ല ചൂടോടെ തന്നെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.